പിണറായി വിജയനെ ഞങ്ങൾ എങ്ങനെ എതിർക്കുന്നോ അത്രയും അളവിൽ അതുപോലെ തന്നെ ഞങ്ങൾ നരേന്ദ്രമോദിയും എതിർക്കും. കാരണം ഞങ്ങൾ അഴിമതി പറഞ്ഞാലും അല്ലെങ്കിൽ തൊഴിലില്ലായ്മയെക്കുറിച്ച് പറഞ്ഞാലും നികുതി ഭീകരതയെ നികുതി കൊള്ളയെക്കുറിച്ച് പറഞ്ഞാലും ആൾക്കൂട്ട അക്രമത്തെക്കുറിച്ച് പറഞ്ഞാലും സ്ത്രീ പീഡനങ്ങളെക്കുറിച്ച് പറഞ്ഞാലും ഈ രാജ്യം ഇന്ന് നേരിടുന്ന ഏത് വിഷയത്തെക്കുറിച്ച് പറഞ്ഞാലും അതിൻ്റെ നരേന്ദ്രമോദിയുടെ കേരള പതിപ്പാണ് പിണറായി വിജയൻ. അതിൽ തർക്കം വേണ്ട. അവിടെ 2017 ഇലക്ട്രൽ ബോണ്ട് സ്വരൂപിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചെങ്കിൽ BJP തട്ടിയെടുത്തെങ്കിൽ ഇവിടെ എക്സാലോജിക്ക് സ്ഥാപിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ പേരിലേക്ക് നേടിയെടുത്തു. അവിടെ PM കെയറിലേക്ക് കോടിക്കണക്കിന് രൂപ അനധികൃതമായിട്ട് സമ്പാദിച്ച് നരേന്ദ്രമോദിയും BJPയും കോടീശ്വരന്മാരായെങ്കിൽ ഇവിടെ CM കെയർ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന കോടിക്കണക്കിന് രൂപയെക്കുറിച്ച് ഒരു കണക്ക് പോലും അവതരിപ്പിച്ചിട്ടില്ല. അവിടെ മറ്റേ CAG റിപ്പോർട്ടുകൾ പാർലമെന്റ് ഇലക്ഷൻ കഴിയുന്നവരെ ഇന്ത്യൻ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെക്കണ്ട എന്ന് നരേന്ദ്രമോദി തീരുമാനിച്ചപ്പോൾ തന്നെ കേരളത്തിൽ CAG റിപ്പോർട്ടിനോട് പിണറായി സർക്കാരിന്റെ നിലപാട് എന്താണെന്നും നമുക്കറിയാമല്ലോ. ഇനി തൊഴിലില്ലായ്മയെക്കുറിച്ച് പറഞ്ഞാൽ പ്രതിവർഷം 2 കോടി തൊഴിൽ നൽകുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദി അത് യുവജനങ്ങളെ വഞ്ചിച്ചപ്പോൾ ഈ രാജ്യത്ത് തൊഴിലില്ലായ്മയിൽ 90% ചെറുപ്പക്കാരാണെന്നുള്ള തെളിവുകൾ പുറത്തേക്ക് വരുന്നു. അതുപോലെ തന്നെയാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. കുടുംബശ്രീ ക്യാൻറ്റീൻ മുതൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ തസ്തിക വരെ പാർട്ടി സഖാക്കന്മാരെ ഭാര്യമാരെ തിരികെ കയറ്റുന്ന തിരക്കിലായിരുന്നു പിണറായി സർക്കാർ. ഇനി നികുതി ഭീകരതയെക്കുറിച്ച് പറഞ്ഞാൽ ഈ രാജ്യം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ അഴിമതിയും കൊള്ളയും തീവെട്ടിക്കൊള്ളയുമാണ് പെട്രോളിയം നികുതി കൊള്ള. കഴിഞ്ഞ 10 വർഷക്കാലം രാജ്യത്തെ മുഴുവൻ ആളുകളെയും ഒരേപോലെ കൊള്ളയടിച്ച പദ്ധതിയാണ്. അതിന് തത്തുല്യമായിട്ട് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന നിലപാടല്ലേ കേരളത്തിലെ പിണറായി സർക്കാർ സ്വീകരിച്ചത്. ഇവിടെ 2 രൂപ അഡീഷണൽ സെസ് ഏർപ്പെടുത്തിക്കൊണ്ട് വീണ്ടും കൊള്ളയടിക്കാൻ നേതൃത്വം നൽകിയില്ലേ. ഇനി ആൾക്കൂട്ട അക്രമങ്ങൾ ഉത്തരേന്ത്യയിലെ സംഘപരിവാറിന്റെ മാത്രം ഒരു ഹരമായിരുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഇന്ന് കേരളത്തിലും CPMന്റെ നേതാക്കന്മാർ പ്രാദേശികമായിട്ടുള്ള DYFIക്കാർ SFIക്കാരൊക്കെ ആൾക്കൂട്ട അക്രമത്തിന്റെ വക്താക്കളായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ. പൂക്കോട്ട് ക്യാമ്പസിലെ സിദ്ധാർത്ഥന്റെ കാര്യം മാത്രമല്ല, കേരളത്തിലെമ്പാടും പ്രതിഷേധിക്കുന്ന ചെറുപ്പക്കാരെ തലയടിച്ചു പൊട്ടിച്ച നവകേരള സദസ്സിന്റെ ഭാഗമായി നടന്ന ആ പ്രത്യേക രീതിയിലുള്ള ജീവൻ രക്ഷാ പ്രവർത്തനം അത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി തന്നെ എൻഡോഴ്സ് ചെയ്തില്ലേ. അപ്പൊ ഞങ്ങൾ ഏത് കാര്യങ്ങൾ പറഞ്ഞാലും ഇനി സ്ത്രീപീഡനത്തെ കുറിച്ച് പറഞ്ഞാൽ ഉന്നാവോ ഹത്രാസ് അല്ലെങ്കിൽ കാശ്മീരിലെ ആസിഫയുടെ മരണമടക്കം 100 കണക്കിന് സ്ത്രീപീഡനങ്ങൾ ഈ രാജ്യത്തിന്റെ തെരുവിൽ നഗ്നയാക്കപ്പെടുന്ന സ്ത്രീകളുടെ മാനത്തിന് വില പറയുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഞങ്ങൾ പറയുമ്പോൾ തന്നെ കേരളത്തിൽ വണ്ടിപ്പെരിയാറിലെയും വാളയാറിലെയും അടക്കം പെൺകുട്ടികളുടെ പീഡനത്തിന് ഉത്തരവാദികളായിട്ടുള്ള കൊലയ്ക്ക് ഉത്തരവാദികളായിട്ടുള്ള CPM നേതാക്കന്മാർക്കെതിരെ ഇവരെന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിണറായി വിജയനെതിരെ ഞങ്ങൾ എന്ത് പറയുന്നു അത് അങ്ങനെ തന്നെ നരേന്ദ്രമോദിയുടെ കാര്യത്തിലും ആപ്ലിക്കബിൾ ആണ്. ഇനി അനിൽകുമാറിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ കുറെ ഗ്യാരണ്ടി പറഞ്ഞല്ലോ, നിങ്ങൾ 600ൽ 599 കാര്യം നടത്തി എന്നൊക്കെയാണ് താങ്കൾ പറയുന്നത്. നിങ്ങൾ K-ഫോൺ നടത്തി കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും ഇന്റർനെറ്റ് ഫെസിലിറ്റി കൊടുക്കുമെന്ന് പറഞ്ഞു. അത് എത്രത്തോളം നടപ്പാക്കാൻ പറ്റി? അതിന്റെ പേരിൽ 36 കോടി രൂപയുടെ അഴിമതി ഉണ്ടെന്ന് CAG റിപ്പോർട്ടുണ്ട്. ചിക്കൻ 75 രൂപയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. ഈ നോമ്പ് കാലത്ത് പോലും 75 രൂപയ്ക്ക് ചിക്കൻ കിട്ടുന്ന സാഹചര്യമില്ല. റെയിൽ 2 ലക്ഷം കോടി രൂപയുടെ പദ്ധതി വരും കേട്ടോ എന്ന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നു. എവിടെ നിന്ന് പണമെടുത്ത് എങ്ങനെ നടപ്പാക്കി എന്ന് പറയണം. ഇനി ഓട്ടോ നടപ്പാക്കുമെന്ന് പറഞ്ഞു, നടന്നില്ല. കേരളത്തിലെ കുട്ടികൾക്കൊക്കെ ലാപ്ടോപ്പ് ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു, കൊടുത്തില്ല. കോവിഡിന്റെ സമയത്ത് സാമൂഹ്യ അകലം പാലിച്ച് വീട്ടിലിരുന്ന് പഠിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സാമൂഹ്യ സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും യുവജന സംഘടനകളുമാണ് വിദ്യാർത്ഥികൾക്ക് ഫോണും ലാപ്ടോപ്പും അടക്കമുള്ള സാധന സാമഗ്രികൾ പഠിക്കാൻ വേണ്ടി നൽകിയത്. സർക്കാർ എത്ര എണ്ണം വീതം കൊടുത്തു എന്ന് കൂടി പറയണം. ഇനി എയർ കേരള കൊണ്ടുവരും, സീ പ്ലെയിൻ കൊണ്ടുവരും, എരുമേലിയിൽ എയർപോർട്ട് കൊണ്ടുവരും, ലൈറ്റ് മെട്രോ തിരുവനന്തപുരത്തും കോഴിക്കോട്ടും കൊണ്ടുവരും, KSRTC 2 വർഷം കൊണ്ട് ലാഭത്തിലാക്കും. റൂം ഫോർ റിവർ എന്ന് പറഞ്ഞാൽ ഇനി ഒരു വെള്ളക്കെട്ടുണ്ടായാൽ ആരുടെയും വീട്ടിലേക്ക് വെള്ളം കയറില്ല എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ പോലും ഒരു നല്ല മഴ പെയ്താൽ മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളും വെള്ളക്കെട്ടിലാകുന്ന സാഹചര്യം നിങ്ങൾ സൃഷ്ടിച്ചു. വാക്സിൻ കേരളത്തിൽ സ്വന്തമായിട്ട് വാക്സിൻ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന നിങ്ങൾ പറഞ്ഞ് 2 ലക്ഷം കോടി രൂപയുടെ ഫോറിൻ നിക്ഷേപം കേരളത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്നു. അത് എവിടെ എന്ന് കൂടി നിങ്ങൾ പറയണം. നിങ്ങളുടെ ഡൽഹി പ്രതിനിധികളെ, കേരളത്തിന്റെ പ്രതിനിധികളായിട്ട് ഡൽഹിയിൽ പ്രതിഷ്ഠിച്ച 3 ആളുകൾക്ക് വേണ്ടിയിട്ട് 77 ലക്ഷം രൂപ നിങ്ങൾ ദൂർത്തടിച്ചു. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളം തൊട്ട് ആ നീന്തൽക്കുളത്തിന്റെ നവീകരണത്തിന് പ്രതിവർഷം ചെലവഴിക്കുന്ന 4 ലക്ഷം തൊട്ട് തൊഴുത്തിന്റെ പണം ഉൾപ്പെടെ നിങ്ങൾ നടത്തിയ അഴിമതിയും പേടിയില്ല. മോദിയെ കുറിച്ച് പറയുന്നതിനൊപ്പം കേരളത്തിൽ പിണറായി വിജയനെ കുറിച്ച് കൂടി പറയും എന്നുള്ളതാണ് അങ്ങ് പറഞ്ഞതിന്റെ ഒരു ചുരുക്കം. ശരി.